അസ്സലാമു അലൈക്കും. പൊന്നാരഞ്ച മാണിക്കക്കല്ലാൾ പുകലാളെ പാണ്ടിക്കാട് കുഞ്ഞാനാണ്. നോക്കിയിട്ട് കാര്യമില്ല, ഫിറോസ് മാണിക്കക്കല്ലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ടീഷർട്ടിൻ്റെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും സജീറും എന്ന് പറഞ്ഞിരുന്ന ടീഷർട്ട് ഞങ്ങൾക്ക് കൊണ്ടുവരുന്നത് സംഗതി ഇതാക്കണ്. ടീഷർട്ട് കൊടുന്നിട്ടുണ്ട്, ആ ടീഷർട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് ഒന്നുള്ളൂ. ഇപ്പം ഇനി എന്താ ഇത് കാട്ടുക? എന്താ കാട്ടുക നമ്മള്? ഇതിപ്പോ എന്താ ചെയ്യാ? അത് ഇപ്പൊ കൊടുത്തിട്ട് നമുക്ക് വട്ടച്ചെലവിന് ഞങ്ങളെ കച്ചിലാണെങ്കിൽ ഞങ്ങളെ കച്ചിൽ 10ന്റെ പൈസ അല്ല പൊന്നാര ചങ്ങായിമാരെ, 30,000-ന്റെ ടീഷർട്ടാണ് ഞങ്ങൾക്ക് തന്നിക്കണ്. വേറൊന്നും കൊടുന്നിട്ടുമില്ല. അപ്പോൾ ഇത് പറഞ്ഞ് കീറിയാണ്ടോ അല്ലെങ്കിൽ ഇത് വിൽക്കുന്നുണ്ട് ഞങ്ങൾ. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നെ എറണാകുളത്തിലെ ആരിസ് തമ്മനം, നമ്മളെ മാണിക്കക്കല്ല് പുകലിനെ പോയി കണ്ട് എത്ര കിട്ടി? ലാസ്റ്റ് എത്ര കൊടുക്കാം? ലേലത്തിൽ വെക്കുകയാണ്. അപ്പോൾ ഇത് തള്ളല്ല കേട്ടോളിയും. അപ്പോൾ ഞാനും ഇതാ എൻ്റെ മുത്തുമണി ഇതങ്ങോട്ട് എടുത്തു അല്ലേ. സാധനം പൊളപ്പും ടീഷർട്ട് കേട്ടോ ചെങ്ങായി. 30,000 സാധനമുണ്ട്. അപ്പോൾ ഫിറോസിന്റെ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ടീഷർട്ട്. ഫിറോ ഇനി എനിക്ക് ഈ ടീഷർട്ടിനെ കുറിച്ച് വല്ലതും പറയണ്ടോ? നിങ്ങൾ ലേലത്തിൽ വെച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തു. അതെ, ഇത് ഞങ്ങൾ ലേലത്തിൽ വെക്കുകയാണ്. ഇനി ഇതിമൊന്ന് വല്ലതും കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ എടുക്കുകയും ചെയ്യും. ഇത്ര ഉളുപ്പുണ്ടല്ലോ ചങ്ങായിമാരെ, ഉസുറും പുളി മാനവസാനം ഉണ്ടല്ലോ ചങ്ങായിമാരെ. ഈ ഒരു 10 റുപ്യേൻ്റെ ടീഷർട്ടിന് വേണ്ടി 35,000 പറഞ്ഞിട്ട് നടക്കണ്. വല്ലാത്ത ജാതിയാണ് കേട്ടങ്ങൾ. ഇനി അടുത്തവൻ്റെ ട്രൗസർ ഉണ്ട്, അത് ഇനി 50 ലേലത്തിൽ വെക്കാം നമുക്ക്. വെറുതെ വേണ്ടാത്ത ഓരോരോ വർത്താനം ഉണ്ടായി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതന്നെ നമ്മളവിടുത്തെ പെണ്ണുങ്ങൾ പറയണ മാതിരി. ശരിയല്ലേ? ടീഷർട്ട് നമുക്ക് ഇജ്ജിന്നിടുക, നാളെ ഞാടും. പിന്നെ നമ്മൾ ആരിസ്കടും. ആ നിങ്ങൾ ആരിസ്ക, എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ലേലത്തിനാ വെക്കുന്നത്. ആ നോക്കിയിട്ട് കാര്യമല്ല. ഇത് ആള് വേറെയാണ് മക്കളെ.